രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. വടുകപ്പുളി അച്ചാർ അല്ലെങ്കിൽ കറിനാരങ്ങ അച്ചാർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു അച്ചാറാണ് നമ്മളിന്ന് കാണാൻ പോണത്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ആ കയ്പും ചവർപ്പൊക്കെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കണേ കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമോ എന്നറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു അച്ചാറാണിത്. വെറും ചോറും അതുപോലെ കട്ട തൈരും ഈ ഒരു അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ഇൻഗ്രീഡിയൻസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ സാമാന്യം നല്ല വലിപ്പമുള്ളൊരു വടുകപ്പുളിയാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഇനി കളഞ്ഞ് ആ വെളുത്ത ഭാഗം ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് കുരുവൊക്കെ മാറ്റി ചെറുതായിട്ട് മുറിച്ച് വെക്കണം. അപ്പോൾ അങ്ങനെ മുറിച്ച് വെച്ചതാണത്. കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 4-5 പച്ചമുളകും ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ദിവസം വെച്ച ശേഷം അടുത്ത ദിവസം കേട്ടോ എടുക്കണത്. റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെച്ചത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കണേ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നല്ലെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അമ്മ പറയാറുണ്ട് ഇതിൻ്റെ കശപ്പൊന്ന് കുറച്ച് കുറഞ്ഞ് കിട്ടുമെന്ന്. അപ്പോൾ വീട്ടിലെപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കാറ്. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം ഞാനിവിടെ കപ്പലമുളക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചു കേട്ടോ. ഇതിൽ ഞാൻ കശ്മീരി മുളകും ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ മുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. അപ്പം ഞാനിവിടെ ഏകദേശം 1 കപ്പ് മുളക് അരച്ചതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ അച്ചാറിന് എപ്പോഴും അരച്ച മുളകാണ് ഉപയോഗിക്കാറ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ചെറുതായിട്ട് ഗ്രേവിയൊക്കെ ഉണ്ടാവും, നന്നായിരിക്കും കഴിക്കാനായിട്ട്. ഇനി ഈ മുളക് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് വെന്ത് വരണം, എണ്ണ മുകളിൽ തെളിയണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇതിലേക്ക് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എണ്ണ മുകളിൽ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത് നേരത്തെ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച വടുകപ്പുളി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നന്നായിട്ട് ആറാനായിട്ട് വെക്കുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ എണ്ണ, ഉപ്പ്, മുളക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം കറക്റ്റാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എല്ലാം ചൂടാക്കിയിട്ട് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഏത് അച്ചാറിനാണെങ്കിലും നമ്മൾ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് എണ്ണ തെളിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരു കാലത്തും പൂപ്പൽ പിടിക്കില്ല. വിനീഗറൊന്നും ഒഴിക്കണില്ല കേട്ടോ. അതിൻ്റെ ആവശ്യം വേണ്ടവർ ഒഴിക്കുക, അത്രയേ ഉള്ളൂ. ഞങ്ങളെങ്ങനെയാണ് അത് സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാംശം ഇല്ലാതെ ഒരു കുപ്പിയിലേക്ക് ഈ അച്ചാർ നിറച്ച ശേഷം ഫ്രിഡ്ജിലാക്കി വെക്കും. കുറച്ചെടുത്തിട്ട് വേറൊരു കുപ്പിയിലേക്ക്, ചെറിയൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് വെള്ളാംശം ഇല്ലാത്ത സ്പൂണ് വേണം നമ്മൾ അതിലിടാനായിട്ട്. എല്ലാവർക്കും ഇതൊക്കെ അറിയണതായിരിക്കും, എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുക, വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക. കഴിക്കണതിൻ്റെ രാവിലെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും അകത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കുറേ നാളിരിക്കും കേട്ടോ. വടുകപ്പുളി നാരങ്ങ ഞങ്ങൾക്ക് ചെന്നൈയിൽ അധികം കിട്ടാറില്ല. അപ്പോൾ അമ്മ വരുന്ന സമയത്തൊക്കെയാണ് ഒന്നെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവരും, അല്ലെങ്കിൽ നാരങ്ങയായിട്ട് തന്നെ കൊണ്ടുവരും. അങ്ങനെ ആ ഒരു സമയത്താണ് എനിക്കധികം കിട്ടാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ നാട്ടിലുള്ളത് കൊണ്ട് എനിക്ക് ഇതുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ഇന്നേ വരെ ഈ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കണ ഒരു അച്ചാറായിരിക്കും ഇത്. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.